പറയാനുള്ളത് ഊച്ചാളി കുറച്ച് നേതാക്കളെ കുറിച്ചാണ്. വെള്ളനാട് ശശി സഖാവ് വെള്ളനാട് ശശി. സഖാവാണോ എന്നുള്ളത് എനിക്ക് സംശയമില്ല. കാരണം നമ്മളൊക്കെ കണ്ട സഖാക്കൾ ഇങ്ങനത്തെ ആളുകളൊന്നുമല്ല. എന്താണെങ്കിലും ഇപ്പൊ അങ്ങനെ ആയി കുറെ ആൾക്കാർ, ചില ആളുകൾ ഉണ്ടാവും. എല്ലാരും എല്ലാ സ്ഥലത്തും എവിടെ ഉണ്ടാവുമല്ലോ അൻവർ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം ഇവിടെ നമ്മള് ഇയാള് ചെയ്തെന്താന്നുള്ള ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട്. ജസ്റ്റ് കണ്ടിട്ട് പറയാം. അത് CPM വെള്ളനാട് ശശി കടയിൽ അതിക്രമിച്ച് കയറി സ്ത്രീയും കുട്ടിയെയും മർദ്ദിച്ചെന്ന് പരാതി ഉള്ളതന്നെയാണ്. വീഡിയോ കാണുന്നുണ്ട് നമുക്ക്. സാധാരണ പരാതി എന്നുള്ള ഡയലോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളത് ആ കുട്ടിയെ തല്ലി ബ്ലറാക്കിയില്ലാണ്. കള്ളുടിച്ചോണ്ടല്ലേ ആളുകൾ ഉണ്ടായിട്ട് നീറ്റ് നിൽക്കാൻ പറ്റില്ല. സമാധാനം ചോദിക്കാതെ മൂന്നടിച്ച് പൊട്ടിക്കടേ. അല്ല, കൊച്ചിനടിച്ച് സമാധാനം പറഞ്ഞാൽ മതി അറിയുമ്പോ അത് മാത്രമാണോ അവിടെ ചെയ്തത്? തോന്നിയാസല്ലേ ചെയ്യണത്? നേതാവ് ചമയില് ഭയങ്കര അവിടെ ചിലപ്പോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അതിന്റെ പുറത്ത് എന്തോ ആയിരിക്കും. എന്ത് ഇഷ്യൂസ് ആണെങ്കിലും സ്ത്രീകളെ ഒരു പുരുഷൻ വന്ന് എന്താ പറയാ പബ്ലിക് ആയ സ്ഥലത്ത് വന്ന് ആക്രമിക്കാം, നാട്ടുകാരാണോ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഒന്നും നമുക്കറിയില്ല. ജസ്റ്റ് ഈ വീഡിയോ മാത്രമേ അറിയുള്ളൂ. പക്ഷെ വീഡിയോ കണ്ടത് എന്താണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സാധനമാണ്. അല്ലെങ്കിൽ എന്തിന്റെ പേരാണെങ്കിൽ ചെയ്യാൻ പാടില്ലല്ലോ, നിയമമല്ലേ. മാത്രമല്ല അവിടെ CPM നേതാവാണ്. അത് നേതാവല്ലേ, നേതാവ് നടക്കുന്ന ആളല്ലേ. ചാനലുകാർ പറഞ്ഞു നേതാവാണെന്ന് ആർക്കറിയാം. അല്ല, വെള്ളനാട് ശശി നേതാവ് തന്നെയാണ്. ആ പിന്നെ അയാള് ചെറ്റാണ് ആള്, അല്ലെങ്കിൽ 100%. അല്ല, ആള് ചെറ്റാണെന്ന് മനസ്സിലായി, അത് സംശയമൊന്നുമില്ല. കള്ളു കുടിച്ചിട്ടുണ്ടോ ഡൗട്ട് ഉണ്ട്. മാത്രല്ല ഇവിടെ എത്രയും ആണുങ്ങൾ ചുറ്റുണ്ടായിട്ട് ആ ചേച്ചിക്ക് കൊടുക്കണം. അങ്ങനെ ആ ചേച്ചി ഒന്നും തിരിച്ചു കൊടുത്തില്ലേ അല്ലേ? ചേച്ചിന്റെ മകളോ അങ്ങനെ ആരോ ആണ് തോന്നുന്നത്. ആരാണെങ്കിലും എന്തായിക്കോട്ടെ, സ്ട്രോങ് ആണ്. ചേച്ചിയെ പോലെ അങ്ങനത്തെ സ്ത്രീകളൊക്കെയാണ് സമൂഹത്തിൽ ഉയർന്നത്. അതെ, ലാസ്റ്റ് ചോദിച്ചാൽ ചേട്ടനും ഒക്കെ അത് കുട്ടിയെ തല്ലിന് സമാധാനം പറഞ്ഞു തരണം. കുട്ടിയെ തല്ലിയ മാത്രല്ല കടയിൽ കയറി അതിക്രമിക്കാണ്, ഗുണ്ടായിസാണ്. രാഷ്ട്രീയത്തിന്റെ പിൻബലം ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കുറെ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ചെറ്റുകളുണ്ട്. അടുത്ത ആൾക്കാരത് കണ്ടോ, അടുത്ത പാർട്ടിക്കാരത് കണ്ടോ, അതുകൂടി കാണിച്ചു തരാം. മാറാടിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ മുസ്ലിം ലീഗ് നേതാവിന്റെ മകന്റെ ഭീഷണി. ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് മൂവാറ്റുപുഴ സ്വദേശി ഹാരിസ് PA വടിവാളുമായി എത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA അമീർ അലിയുടെ മകനാണ് ഹാരിസ്. സംഘാടകരുടെ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് ആയുധ നിയമം ചുമത്തി ഹാരിസിനെ അറസ്റ്റ് ചെയ്തു. 24 എക്സ്ക്ലൂസീവ് ആദ്യം ഒരു പ്രതികരണം. ഒരു ഫൗള് വിളിച്ചതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റവും തർക്കവും റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം ഈ പറയുന്ന വ്യക്തിയുടെ കുട്ടി കയറി പോകാണ്ട് ആ കുട്ടി വിളിച്ചു വരുത്തിയാണ് ഫാദറിനെ. അപ്പൊ കുട്ടി തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കാണ്ട് ഈ ഫാദർ ആവശ്യമില്ലാത്ത മാരകായുധങ്ങളും വന്നിട്ട് അവിടെ അണ്ടർ 17 ആണ്. അപ്പൊ ആ രീതിക്കുള്ള പിള്ളേരും കുറച്ച് മുതിർന്നവരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവരെ വന്ന് ഭീഷണിപ്പെടുത്തി, ഇവിടെ കളിപ്പിക്കൂല, നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ള രീതിക്ക് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. ഇതാണ് സംഭവം ഉണ്ടായത്. എന്തായാലും ഒരു ഫുട്ബോൾ നടന്നിട്ട് കളിയില് ഒരു ചെക്കന് റെഡ് കാർഡ് ഇട്ട് പുറത്തായി. അപ്പൊ ഇവന്റെ വാപ്പാനെ വിളിച്ചു. അപ്പോ ഫാദർ വന്നിട്ട് വടിവാളം കൊണ്ടുവന്നിട്ട് ഫുൾ ഭീഷണി, വടിവാളം നീട്ടി. പക്ഷെ ഇവിടെ മുസ്ലിം ലീഗ് നേതാവിന്റെ മകൻ എന്നുള്ളത് പറയുമ്പോ ഞാൻ ഒരിക്കലും ലീഗിന്റെ പാർട്ടിനോ അല്ലെങ്കിൽ അച്ഛനെ പറഞ്ഞിട്ട കാര്യമല്ല. ഇവിടെ ഇവനാണ് ചെറ്റത്തരം കാണിച്ചത്. ഈ ചെക്കൻ, ഇയാളെ പേരുന്ന ഹാരിസ് ആണ്. അപ്പൊ അതിനിപ്പോ തന്തേനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹാരിസ് അല്ലേ മകൻ? എന്തായാലും പ്രശ്നം എന്താ അറിയോ, അപ്പൊ തന്തേനെ പറഞ്ഞ ലീഗാരനാവുമല്ലോ, പറയാൻ പറ്റൂല. എന്തോ അതിലൊന്ന് കമന്റ് എന്തായാലും കമന്റിലുണ്ട് റെഡ് കാർഡാ കാണിച്ചത്, ചുമപ്പ് കണ്ട ലീഗുകാർക്ക് ആളിളകുന്ന് പറഞ്ഞ പോലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് വാളൊക്കെ വീശ എന്ന് പറഞ്ഞാൽ കീപ്പ് ചെയ്ത് കൊണ്ടെടുക്കുന്ന സാധനല്ലേ. പെട്ടെന്ന് അത്യാവശ്യത്തിന് വാള് കിട്ടുക. മീശമാധവനില് മറ്റേ എന്താണ് വൈതനങ്ങല്ലേ, എന്താണ് ആ കൃഷി കിട്ടാൻ പോലോ,
അതുപോലെ അപ്പൊ കയ്യിൽ എന്ത് സാധനം പിടിച്ചിട്ട് കരുതി പോകുന്ന പോലെയാണ്. അതെന്ത് കീപ്പ് ചെയ്ത് വെച്ചേക്കല്ല. അപ്പൊ പെട്ടെന്നൊരു നമ്മളെ കയ്യിൽ സാധനം കിട്ടി നമ്മൾ അടിക്കാൻ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അയാളെ കയ്യിലുള്ള സാധനം. അപ്പൊ അത് ഒരു എന്താ പ്രീ പ്ലാൻഡ് ആയിട്ട് അതിന് കാണണം. അപ്പൊ അത് ആ രീതിയിൽ തന്നെ കാരണം പോലീസ് അതിന്റെ കേസും കാര്യങ്ങളൊക്കെ പരിഗണിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ രാഷ്ട്രീയ ആൾക്കാർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ ഉണ്ട്. അവരുടെ രാഷ്ട്രീയ സ്വാധീനം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ഇങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ അതാത് പാർട്ടിക്കാരെ അപ്പം എടുത്ത് പുറത്താക്കണം. ഇവിടെ നമ്മളതാ പറഞ്ഞത്, ഇയാള് ഇന്നാളുടെ മകൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ചായ്വ് ഉണ്ടാവാം, സംസ്ഥാന കമ്മിറ്റിയിലോ എന്താണ് സംസ്ഥാന കമ്മിറ്റിയിൽ ആരോമാണ് അത്രയും വലിയ നിലയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിന് മക്കൾക്കും വീട്ടിൽ അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പോലും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ നാളെ ഒരു മെമ്പർ ആയിട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ MLA ആയിട്ട് വരേണ്ട ആളാണല്ലോ. അപ്പൊ അയാൾക്ക് അതിന് ഒരു കപ്പാസിറ്റി ഇല്ല എന്നല്ല. മാത്രമല്ല അത് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു റെഡ് കാർഡ് കിട്ടുന്ന ആർക്കും ഉറപ്പില്ലല്ലോ. അപ്പൊ കളി നടക്കുമ്പോ ആ സമയത്ത് നടക്കുന്നതാണ്. അല്ല ഫുട്ബോൾ നമ്മുടെ നാട്ടിലെ അടിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ല അത് മാത്രമല്ല, ഈ കുട്ടിക്ക് റെഡ് കാർഡ് കിട്ടി എന്ന് പറയുമ്പോ അത് ഇവര് പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് റെഡ് കാർഡ് കിട്ടി, അത് വിളിച്ചു പറയുമ്പോഴേക്ക് വടിവാളം കൊണ്ട് വരണമെങ്കിലേ ആ സാധനം പറഞ്ഞ കീപ്പ് ചെയ്തിരിക്കണല്ലോ, കയ്യിലുണ്ടായിരിക്കണം. 17 കളി നടക്കുന്നത്. അവിടെ കൂടുതൽ പേരും ഈ 17 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. കുറച്ച് മുതിർന്ന ആള് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പോയിട്ട് ആരോടാണ് ഈ പട്ടിഷോ കാണിച്ചത്? ബുദ്ധി വിവരമില്ലായ്മയാണ് ഒന്ന്. 2 പക്ക ഗുണ്ടായിസം. ഇത് ഇവരൊക്കെ ഒന്നും ആരും ചോദിക്കൂല, ആരും ഒന്നും ചെയ്യൂല എന്നുള്ള തോന്നല. കുറെ പിടിപാടുണ്ട്, കുറച്ച് ഊച്ചാളി താഴെ കീഴിൽ കിടക്കണ കുറച്ച് ഉണ്ണാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരെ കീഴിൽ ഇങ്ങനെ വരിഞ്ഞിടക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചെരുപ്പ് നോക്കിയാണ്. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ എന്തിനും കൂടെ നിൽക്കുന്നുള്ള ധൈര്യം. ഞാൻ പറയണത് എല്ലാ ആളും അങ്ങനെയാണെന്നല്ല, ഇത്തരക്കാരുടെ പിന്നാലെ നടക്കുന്നവർ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതാ പറയണത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ അവരെയാണ് പറയണത് കേട്ടോ. അല്ലാതെ ഒരു പാർട്ടി ഉണ്ട് ഏതെങ്കിലും നേതാവിന്റെ പിന്നാലെ നടക്കുന്ന പിൻഗാമികളായിട്ടുള്ള ആളുകളൊന്നും അല്ല പറയണത്. ഇത്തരത്തിലുള്ള ആളുകളുടെ പുറകെ കിടക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ ഉണ്ടുള്ള ധൈര്യം. പിന്നെ ഒരു ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും ഒരു പണ്ടൊക്കെ ഉണ്ടല്ലേ, ഇപ്പൊ നടക്കൂല, ഒരു ഹെൽമെറ്റിന്റെ കേസ് വരുമ്പോഴേക്കും ഒരു നേതാവ് വന്നിട്ട് പറയല്ലേ സ്റ്റേഷനിൽ, അത് നമുക്ക് വേണ്ടപ്പെട്ടതാണ് ഒഴിവാക്കി പറഞ്ഞാൽ പോയി, ബാക്കിയുള്ള 500 അടക്കണം. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ അതൊക്കെ വലിയ എന്തോ സംഭവം കണ്ട് ഇപ്പൊ തന്നെ ഞാനൊരു രാജാവാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരെ ഭരിച്ചുകൊണ്ടാണ് ഇവന്മാരൊക്കെ നടക്കുന്നത്. നാളെ വല്ല മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാല് നാടിന്റെ അവസ്ഥ. ചങ്ങായിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാളുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം കൂടി ഉണ്ടായേക്കാം. അതും കൂടി ആവാം. ഇങ്ങനെയുള്ളൊരു നമുക്കൊക്കെ പേടി ഉണ്ടാവില്ലേ, നമ്മള് പോലീസ് വിളിക്കോ അല്ലെങ്കിൽ 4 ആള് മുമ്പിൽ നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു പേടി നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും, എത്ര ധൈര്യശാലിയാണെങ്കിലും. അപ്പൊ ഇയാൾക്കത് ഇല്ലാതിരിക്കാനുള്ള കാരണം ഈ ഒരു എന്താ പറയാ ഒരു പിൻബലം വീട്ടിലുള്ളത് കൊണ്ടാവാം. അത് വേണം പറയാൻ. എന്തോ ശശിന്റെ കാര്യമാണെങ്കിലോ തന്നെ ഒന്നെങ്കിൽ കള്ള് മൂപ്പരെ കൊണ്ട് ജയിപ്പിച്ച്, ഇനി കള്ള് ജയിപ്പിച്ചാലും കള്ളും കുടിച്ച് അവിടെ വന്ന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ധൈര്യം. അല്ല, രാഷ്ട്രീയക്കാര് ഇങ്ങനെ കള്ളുടിച്ച് തോന്നിയാസം ചെയ്യേണ്ട ആളുകളല്ലല്ലോ, സമൂഹത്തിൽ മാതൃകയായിട്ട് ആളുകളാണ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതാത് പാർട്ടിക്കാര് വേഗം കണ്ടറിഞ്ഞ് എടുത്ത് പുറത്തിടുക. പാർട്ടിക്കും നല്ലതാണ്, സമൂഹത്തിനും നല്ലതാണ്.